നമസ്കാരം. ലേൺ സിയോ പി എസ് സിയുടെ ഒരു പുതിയ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ 10th പ്രിലിംസ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന കേരള ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രധാനമായിട്ട് കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൂർവ്വ കാലഘട്ടത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നിരന്തരം ചോദിച്ച് കാണുന്നുണ്ട് ചില ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയ്ക്ക് നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്നുള്ള മറ്റ് ചില ഫാക്റ്റുകളും വസ്തുതകളുമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈ ഒരു ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് കേരളത്തിൻ്റെ ഈ രാജവംശം അതുപോലെ തന്നെയുള്ള ഒരു പുരാതന കാലത്ത് അല്ലെങ്കിൽ ഒരു പ്രാചീന കാലഘട്ടത്തിലുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ചില നവോത്ഥാന വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ഇത് അറിയുമോ എന്നുള്ളതൊന്ന് നോക്കുക. കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അതൊന്നും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്ത് പഠിക്കുമ്പോൾ അതങ്ങ് ക്ലിയർ ആയി അങ്ങ് പോകും. ഓക്കെ, ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. സുഖമായിട്ട് നമുക്ക് ഈ ഒരു കേരള ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മൂഷകർ എന്നുകൂടെ പേരുള്ള രാജവംശം ഏതെന്നാണ്. മൂഷകർ എന്നുകൂടെ പേരുള്ള രാജവംശം ഏത്? ഓപ്ഷൻ എ കോലത്തുനാട്, ഓപ്ഷൻ ബി വേണാട്, ഓപ്ഷൻ സി വള്ളുവനാട്, ഓപ്ഷൻ ഡി ഏറനാട്. ഇതൊരു രാജവംശം അല്ലെങ്കിൽ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചോദ്യം ആദ്യം നന്നായി വായിച്ചു നോക്കിയ ശേഷം ചോദ്യം ക്ലിയർ ആയ ശേഷം മാത്രം ഓപ്ഷനിലേക്ക് പോവുക. ഓപ്ഷനിൽ നിന്ന് ശരിയായ ആൻസർ മാത്രം എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ചു തരാം. മൂഷകർ എന്നുകൂടെ പേരുള്ള രാജവംശം ഏത്? ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു രാജവംശത്തിലെ രാജാക്കന്മാരെ മൂഷകർ എന്നുകൂടെ വിശേഷിപ്പിക്കാറുണ്ട്. അത് ഏത് രാജാക്കന്മാരെയാണ്, ഏത് രാജവംശത്തിലെ രാജാക്കന്മാരെയാണ് മൂഷകർ എന്നുകൂടെ പരാമർശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കോലത്തുനാട്, ഓപ്ഷൻ ബി വേണാട്, ഓപ്ഷൻ സി വള്ളുവനാട്, ഓപ്ഷൻ ഡി ഏറനാട്. ഏതായിരിക്കാം? നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. രാജവംശങ്ങളിൽ നിന്നുള്ള ചോദ്യം നമുക്കുണ്ടാകും. അപ്പോൾ മൂഷകർ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഏത് രാജാക്കന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഓപ്ഷൻസിൽ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ കോലത്തുനാട്ടിലുള്ള രാജാക്കന്മാരെയാണ് ഈ പറയുന്ന മൂഷകർ എന്നുകൂടെ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൂഷിക വംശം എന്നുള്ളൊരു കാവ്യം കൂടെ ഈ ഒരു നാടുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പഴയ സഞ്ചാരികളുടെ എല്ലാം ഈ രേഖകളിൽ ഈ കോലത്ത് നാടിനെ എലി നാട്, എലി രാജ്യം, ഹിലി എന്നെല്ലാം പരാമർശിക്കുന്നത് ഈ കോലത്ത് നാടിനാണ്. കോലത്ത് നാട്ടിലുള്ള രാജാവിനെ പറയുന്ന പേരാണ് കോലത്തിരി. ഇപ്പൊ നോക്കുക, ഒരു രാജവംശം പഠിക്കുന്ന സമയത്ത് ഒരു രാജവംശത്തിന് തന്നെ ധാരാളം പേരുകളുണ്ട്. ഇപ്പോൾ മൂഷകവംശം എന്നെല്ലാം പറയുന്ന ഈ രാജവംശം സ്ഥിതി ചെയ്തത് ഏഴിമല അല്ലെങ്കിൽ എലിമല എന്ന സ്ഥലത്തെ ആസ്ഥാനമാക്കിയാണ്. എലിമലയിൽ അല്ലെങ്കിൽ ഏഴിമലയിൽ ജീവിച്ച രാജാക്കന്മാർ എന്ന അർത്ഥത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ എലി എന്നെല്ലാം പറയുന്ന, ഏഴി എന്നെല്ലാം പറയുന്ന അർത്ഥത്തിൽ രാജാക്കന്മാർ പറയുന്നത്. എലി എന്നതിന് സംസ്കൃതത്തിൽ മൂഷകൻ എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. ആ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്, എലി രാജാക്കന്മാരെ, മൂഷക രാജാക്കന്മാരെ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഓക്കെ, ഈ സഞ്ചാരികളുടെ രേഖയിൽ കാണുന്ന
ഹിലി അല്ലെങ്കിൽ എലി എന്നെല്ലാം പറയുന്ന മല ഈ പറയുന്ന കോലത്ത് നാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രധാനമായിട്ട് നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ രാജവംശത്തെ പറ്റിയിട്ട് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് മൂഷകവംശം കാവ്യം. എന്താ അത്? മൂഷകവംശം കാവ്യം. ഇത് എഴുതിയത് അതുലൻ എന്ന് പറയുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തെ തോലൻ എന്നും വിളിക്കുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഭാഗത്ത് പഠിക്കേണ്ടത് എന്താണ്? കോലത്ത് നാട് ഭരിച്ചിരുന്നത് ഏത് സ്ഥലത്തെ ആസ്ഥാനമാക്കിയിട്ട്? ഏഴിമല അല്ലെങ്കിൽ എല്ലിമല എന്ന സ്ഥലത്തെ ആസ്പദമാക്കിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ജീവിച്ചു പോകുന്നത്. ആ സ്ഥലം ഏഴിമലയിൽ ജീവിച്ചത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഏഴിമല ആസ്ഥാനമായത് കൊണ്ട് തന്നെ മൂഷക രാജവംശം എന്നുകൂടെ ഇതിന് എന്തുണ്ട്? സംസ്കൃതത്തിൽ പേരുണ്ട്. പിന്നീടാണ് ഈ ഏഴിമല രാജവംശം അല്ലെങ്കിൽ മൂഷക രാജവംശം എന്തായി മാറുന്നത്? കോലത്ത് നാടായി മാറുന്നത്. ഈ കോലത്ത് നാടാണ് പിന്നീട് എന്തായി മാറുന്നത്? ചിറവാമൂപ്പ് സ്വരൂപമായി മാറുന്നത്. അതായത് കണ്ണൂര് രാജവംശമായിട്ട് പിന്നീട് മാറുന്നത് ഈ കോലത്ത് നാട് ആണ്. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോലത്ത് നാട്ടിലുള്ള രാജാവിനെ പിന്നീട് കോലത്ത് നാട് അല്ലെങ്കിൽ കോലത്ത് സ്വരൂപം അല്ലെങ്കിൽ കോലത്ത് രാജവംശം എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള രാജാക്കന്മാർ വേറൊരു പേര് കൂടെ വിളിക്കും, കോലത്തിരി എന്നുകൂടെ വിളിക്കും. ഓക്കെ, കോലത്തിരി, കോലത്തിരി എന്നുകൂടെ വിളിക്കും. നിങ്ങൾക്ക് കോലസ്ത്രീ, കോലത്തിരി എന്നെല്ലാം. ഓക്കെ, അടുത്തൊരു ഓപ്ഷൻ നോക്കിയ വേണാട്. വേണാട് നമ്മുടെ ഈ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒക്കെ ഒരു പൂർവ്വഘട്ടം എന്ന് പറയുന്നത് വേണാടാണ്. വള്ളുവനാട്, വള്ളുവനാട്ടിലുള്ള രാജാവിനെ പറയുന്ന പേരെന്താണ്? വള്ളുവ കോനാതിരി, വള്ളുവ കോനാതിരി. വേണാട്ടിലെ രാജാവിനെ പറയുന്ന പേരുണ്ട്, വേണാട്ടടികൾ. ഓക്കെ, കോലത്ത് നാട്ടിലെ രാജാവ് കോലത്തിരി. വേണാട്ട് രാജവംശത്തിലെ രാജാവ് അറിയപ്പെടുന്ന എങ്ങനെയാണ്? വേണാട്ടടികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, വള്ളുവനാട്, വള്ളുവനാട്ടിലെ രാജാവ് അറിയപ്പെടുന്നത്, ഭരണാധികാരി അറിയപ്പെടുന്നത് വള്ളുവ കോനാതിരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാമാങ്കവുമായി ബന്ധപ്പെട്ട് സാമൂതിരിയെ വധിക്കാൻ വേണ്ടിയിട്ട് ചാവേറുകളെ പറഞ്ഞയക്കുന്നത് ആരാണ്? വള്ളുവ കോനാതിരിയാണ്. ഓക്കെ, ചാവേറ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജാവ് അല്ലെങ്കിൽ രാജവംശം ഏതാണ്? അത് വള്ളുവനാട് രാജവംശമാണ്. ഓക്കെ, ഇതൊക്കെ ഒരു രാജവംശം പറയാൻ പറ്റില്ല, സ്വരൂപങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങൾ പോലുള്ള സ്വരൂപങ്ങളാണ്. ഓക്കെ, വള്ളുവനാട്ടിലെ രാജാവ് ആരാണ്? വള്ളുവ കോനാതിരി. ഏറനാട് നിങ്ങൾ നോക്കുക, ഏറനാട്, ഏറനാടിലെ രാജാവിനെ പറയുന്ന പേരാണ് ഏർലാതിരി. ആരാണ്? ഏർലാതിരി. ഈ ഏർലാതിരിയാണ് പിന്നീട് ആരായി മാറുന്നത്? സാമൂതിരി എന്ന രീതിയിൽ ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഈ പറയുന്ന സാമൂതിരി, കോഴിക്കോട് രാജവംശവുമായി ബന്ധപ്പെട്ട രാജാവ് ആരാണ്? സിമ്പിളായിട്ട് കൊടുക്കുക, അതാരാണ്? സാമൂതിരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഏഴിമല രാജാക്കന്മാര് ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ചോദ്യം ഇങ്ങനെ സങ്കല്പത്തിൽ വന്നു എന്ന് വിചാരിക്കുക. അത് ഏത് കൊടുക്കുക? കോലത്ത് നാടാണെന്ന് കൊടുക്കുക. മൂഷകവംശം കാവ്യം എഴുതിയത് ആരാണ്? അതുലൻ എന്ന് പറഞ്ഞ ഒരു സംസ്കൃത കവിയാണ് എഴുതിയത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കോലത്ത് നാട്ടിലുള്ളത് കോലത്തിരി, വേണാട്ട് നാട്ടിലുള്ള ഭരണാധികാരി വേണാട്ടടികൾ, വള്ളുവ നാട്ടിലുള്ള ഭരണാധികാരി ആരാണ്? വള്ളുവ കോനാതിരി. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ചാവേറ്, മാമാങ്കം മുതലായിട്ടുള്ള ഉത്സവങ്ങൾ. മുമ്പ് വളരെ പണ്ടൊരു ക്വസ്റ്റ്യനില്, ഇപ്പോഴുള്ളതല്ല, വളരെ പണ്ടുള്ള ഒരു ക്വസ്റ്റ്യനില് ഈ വള്ളുവനാട്ട് ഭരണാധികാരികളുടെ കുലദൈവം ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അത് തിരുമാന്താംകുന്ന് ദേവി ആണ്. അതുപോലെ സാമൂതിരിയുടെ ഈ പരദേവത എന്ന ഒരു സങ്കല്പത്തിൽ പറഞ്ഞ് ലോകനാർക്കാവിലമ്മയാണ്. മുമ്പ് വായിച്ചൊരു ഓർമ്മയിൽ പറയാട്ടോ. അതുപോലെ തന്നെ സാമൂതിരിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയുന്നത് ആരെയാണ്? കുഞ്ഞാലി മരക്കാറാണ് സാമൂതിരിയുടെ നാവിക സൈന്യം എന്ന് പറയുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ സാമൂതിരിക്ക് 2 സൈന്യങ്ങളുണ്ടായിരുന്നു. ഒരു നാവിക സൈന്യം, അതായത് കടലിലെ പോരാളികളും അതുപോലെ തന്നെ കരസൈന്യം, അതായത് കരയിലെ ഒരു സൈന്യവും ഉണ്ടായിരുന്നു, പടയാളികളും ഉണ്ടായിരുന്നു. അതില് നാവിക പടയാളികളെ ആണ് നമുക്ക് അറിയുന്നത് കുഞ്ഞാലി മരക്കാർ. എന്നാൽ കര സൈനികർ അല്ലെങ്കിൽ കരയിലെ സാമൂതിരിയുടെ പടയാളികളുണ്ട്, അവരെ പറയുന്ന പേരുണ്ട്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പറയണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് പറയാം. നമ്മളുടെ സാമൂതിരിയുടെ നാവിക സൈന്യവും കരസൈന്യവും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നാവിക സൈന്യത്തിന്റെ പേരാണ് കുഞ്ഞാലിമരയ്ക്കർ, അവര് ആ ഒരു വിഭാഗം. ഈ കരസൈന്യത്തിനൊരു പേരുണ്ട്, അതാണ് ലോകനാർ പട. അത് അങ്ങനെ തന്നെയാണ് അതിന്റെ പേര്, ലോകനാർ പട. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട, പക്ഷെ ജസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ലോകനാർ പട ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്കൊന്ന് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു മാർക്കായില്ലേ. അപ്പൊ അങ്ങനെ നോക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. രണ്ടാമത്തെ ചോദ്യം ഇത് ഒരു മുൻകാല ചോദ്യമാണ്. ഇത് തീർച്ചയായിട്ടും ഇത്തവണ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നിങ്ങൾ ഇത് എന്തായാലും പഠിക്കുക. മുൻപ് ഇത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ അതൊരു കൂടിയ റേഞ്ചിലുള്ള ഒരു ചോദ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വായിച്ചു തരാം. മലയാളത്തിൽ കണ്ടെത്തിയ ആദ്യത്തെ ശാസനം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിൽ നിന്ന്, മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ആദ്യത്തെ ശാസനം. ഓപ്ഷൻ എ മാമ്പള്ളി ശാസനം, ഓപ്ഷൻ ബി ചോഗൂർ ശാസനം, ഓപ്ഷൻ സി വാഴപ്പള്ളി ശാസനം, ഓപ്ഷൻ ഡി ഹജൂർ ശാസനം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ അറിയായിരിക്കും. വാഴപ്പള്ളി ശാസനമാണ് മലയാളത്തിന് കണ്ടുകിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുള്ള, കേരളത്തിൻ്റെത് എന്ന് പറയാൻ പറ്റുന്ന ആദ്യത്തെ ശാസനം വാഴപ്പള്ളി ശാസനമാണ്. ശാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ഔദ്യോഗിക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ചെമ്പ് തകിടുകളെ, അല്ലെങ്കിൽ അതിനെയാണ് ഈ ശാസനം എന്ന് പറയുന്നത്. ശാസനത്തിന് മറ്റൊരു പേരുണ്ട്, ചെപ്പേട്. ചെമ്പ് ഏട് എന്ന അർത്ഥത്തിൽ പറയുന്ന ചെപ്പേട് എന്നും ശാസനത്തെ പറയാറുണ്ട്. അതിൽ മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് കണ്ടെടുത്ത ശാസനം, അല്ലെങ്കിൽ കേരളത്തിൻ്റെതെന്ന് ഏറ്റവും പഴക്കം തോന്നിക്കുന്ന ശാസനം എന്ന് പറയുന്നത് വാഴപ്പള്ളി ശാസനമാണ്. ഓക്കെ, ഇതില് തുടങ്ങുന്നത് തന്നെ നമശിവായ പരമഭട്ടാരക എന്ന് പറഞ്ഞൊക്കെയാണ് തുടങ്ങുന്നത്. AD ഒരു 830 കാലഘട്ടങ്ങളിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. വട്ടെഴുത്തിൽ നോക്കുക, വട്ടെഴുത്തിൽ കണ്ടുകിട്ടിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? അത് വാഴപ്പള്ളി ശാസനമാണ്. എന്താണ്? ഒന്നുകൂടെ ആവർത്തിക്കുക. വട്ടെഴുത്തിൽ കണ്ടെടുത്തിട്ടുള്ള ആദ്യത്തെ കേരള ശാസനം എന്നൊരു ചോദ്യം ചോദിച്ചെന്ന് വിചാരിക്കുക. ഏതാണ് ആൻസർ? അത് ഓപ്ഷൻ സി ആണ്, വാഴപ്പള്ളി ശാസനമാണ് പറയുന്നത്. നിങ്ങൾ വട്ടെഴുത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. ആ വട്ടെഴുത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ജ്ഞാനം മോനം. ജ്ഞാനം മോനം എന്ന് ഉദ്ദേശിക്കുന്നതും വട്ടെഴുത്തിനെ തന്നെയാണ്. അത്തരത്തിൽ ജ്ഞാനം മോനത്തിൽ എഴുതിയ, വട്ടെഴുത്തിൽ എഴുതിയ ആദ്യത്തെ കേരള ശാസനം എന്ന് ചോദിച്ചാൽ ഏതാണ്? വാഴപ്പള്ളി ശാസനം, വാഴപ്പള്ളി ശാസനം, വാഴപ്പള്ളി ശാസനമാണ്. ആ AD 830-37 കാലഘട്ടങ്ങളാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ആ ചോദ്യം വരിക. ഇത് വരാൻ സാധ്യതയുണ്ട്, ഇത് വന്നിട്ടുള്ളതാണ്, പലപ്പോഴായിട്ട് ആവർത്തിച്ചിട്ടുള്ള ചോദ്യം കൂടെയാണ്. ഓക്കെ, അപ്പോൾ മറ്റു ഓപ്ഷൻ നോക്കാം. മാമ്പള്ളി ശാസനം. എന്താണ് മാമ്പള്ളി ശാസനത്തിന്റെ പ്രത്യേകത? മാമ്പള്ളി ശാസനം വല്ലഭൻ കോത പുറപ്പെടുവിപ്പിച്ച ശാസനമാണ്. അതായത് മാമ്പള്ളി ശാസനം എഴുതുന്ന സമയത്തുണ്ടായിരുന്ന രാജാവ് വല്ലഭൻ കോതയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ മാമ്പള്ളി ശാസനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം. ഓക്കെ, കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് മാമ്പള്ളി ശാസനം. ക്ലിയർ ആണോ? മാമ്പള്ളി ശാസനം കൊല്ലവർഷം ആദ്യം രേഖപ്പെടുത്തി. വാഴപ്പള്ളി ശാസനം എന്തുകൊണ്ടോ പ്രത്യേകതയെന്ന്? വട്ടെഴുത്തിൽ കേരളത്തിൻ്റെതെന്ന് പറഞ്ഞ് കണ്ടെടുത്ത ആദ്യത്തെ ശാസനം വാഴപ്പള്ളി ശാസനം. പിന്നീട് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ശാസനം ഏതാണ്? അത് മാമ്പള്ളി ശാസനം. ആദ്യം കിട്ടിയത് വാഴപ്പള്ളി ശാസനം, കൊല്ലവർഷം രേഖപ്പെടുത്തി ആദ്യം കിട്ടിയത് മാമ്പള്ളി ശാസനം. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ബി നോക്കിയേ, ഓപ്ഷൻ ബി നോക്കിയേ, ചോഗൂർ ശാസനം. ചോഗൂർ ശാസനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് കോതരവി പുറപ്പെടുവിപ്പിച്ച ശാസനമാണ് ചോഗൂർ ശാസനം. ഈ രാജാക്കന്മാരെ ഒന്നും പഠിക്കണ്ട കേട്ടോ, പകരം അതിന്റെ പ്രത്യേകത പഠിച്ചാൽ മതി. വാഴപ്പള്ളി ശാസനം ആദ്യത്തെ ശാസനം, മാമ്പള്ളി ശാസനം കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം.
ചോഗൂർ ശാസനത്തിന്റെ പ്രത്യേകത എന്താണ്? ദേവദാസികളെ പറ്റി പരാമർശമുള്ള ആദ്യത്തെ ശാസനം. എന്താണ്? ദേവദാസി പരാമർശമുള്ള ആദ്യത്തെ ശാസനമാണ് ചോഗൂർ ശാസനം. ക്ലിയർ ആയോ? അടുത്തത് നോക്കാം, ഹജൂർ ശാസനം. ഈ ശാസനത്തിന് പാർത്ഥിവപുരം ശാസനം എന്നുകൂടെ പേരുണ്ട്. പാർത്ഥിവപുരം ശാസനം എന്നുകൂടെ പേരുണ്ട്. ഓക്കെ, കേരളത്തിൽ ഉണ്ടായിരുന്ന നളന്ദ പോലെ ഉണ്ടായിരുന്ന ദക്ഷിണ നളന്ദയായിട്ടുള്ള പാർത്ഥിവപുരം എന്ന സ്ഥലത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു ശാസനമാണ് ഹജൂർ ശാസനം. ഇത് പുറപ്പെടുവിപ്പിച്ചത് കരുനന്തടക്കൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അതെല്ലാം പോട്ടെ, നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്താണ്? കേരളത്തിൽ നിന്നും കണ്ടെടുത്ത അല്ലെങ്കിൽ വട്ടെഴുത്തിൽ കണ്ടെടുത്ത ആദ്യത്തെ ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തി കാണുന്ന ആദ്യത്തെ ശാസനം ഏതാണ്? മാമ്പള്ളി ശാസനം. ദേവദാസികളെ പറ്റി പരാമർശിക്കുന്ന ആദ്യത്തെ ശാസനം ഏതാണ്? ചോഗൂർ ശാസനം. ഈ 3 സാധനങ്ങൾ എന്ത് ചെയ്താൽ മതി? നോക്കി വെച്ചാൽ മതിയാവും. ഓക്കെ, ഇത് കിട്ടിയോ? കറക്റ്റ് ആണോ? നിങ്ങൾക്ക് എൻ്റെ ഒപ്പം എത്താൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ചില കാര്യങ്ങൾ കേട്ടിരുന്നാൽ മതി, ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാം. ഓക്കെ, ഇനി 3ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 1.25 കോടി മലയാളികൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥിരം ചോദിച്ചിട്ടുള്ള, പലവട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതി ആരാണ് രചിച്ചത്? പല ക്വസ്റ്റ്യൻസിനെ ചോദിച്ചിട്ടുണ്ട്, പല ലെവലിലുള്ള ചോദ്യപേപ്പറിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്? 3ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ബി പി ഗോവിന്ദപിള്ള, ഓപ്ഷൻ സി EK നായനാർ, ഓപ്ഷൻ ഡി തോമസ് ഐസക്. ഓക്കെ, ആരായിരിക്കും? ഇതിന്റെ ആൻസർ അറിയുമായിരിക്കും. ആരായിരിക്കും ഇതിന്റെ ആൻസർ? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് ആൻസർ. EMS നമ്പൂതിരിപ്പാടാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ശരിയായിട്ടുള്ള ആൻസർ EMS നമ്പൂതിരിപ്പാടാണ്. ഈ കൃതിയുടെ ഒരു പ്രത്യേകത എന്തെന്നാണ്? ഇതിന്റെ വർഷം ഒന്ന് നോക്കി വെച്ചോളൂ. ചിലപ്പോൾ വർഷം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. ഈ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ പ്രമേയം നമുക്ക് മനസ്സിലാവും. ഓക്കെ, 1.25 കോടി മലയാളികൾ എന്ന കൃതി പ്രസക്തമാവുന്ന ഇതിന്റെ പ്രമേയം ഐക്യ കേരളം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ആദ്യത്തെ മലയാള കൃതിയാണ് ഈ 1.25 കോടി മലയാളികൾ. അതുകൊണ്ടാണ് ഈ ചോദ്യം പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഐക്യ കേരള പ്രമേയമായി വരുന്ന കൃതി ഏത് എന്ന് ചോദിച്ചാൽ കുറച്ച് കൃതികൾ ചോദിക്കാം. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടണം, ഇങ്ങനെ ചോദിച്ചാലും നമുക്ക് കിട്ടണം. അത്രേ ഉള്ളൂ. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചതാരാണ്? EMS ആണ്. എന്താണ് അതിന്റെ പ്രമേയം? എന്താണ്? ഐക്യ കേരളം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ ആവശ്യകത മുന്നോട്ട് വെക്കുന്ന ഒരു കൃതിയാണ് ഈ 1.25 കോടി മലയാളികൾ. അതുകൊണ്ടാണ് ഈ കൃതി അത്രയും റെലവെന്റ് ആവുന്നത്. ഓക്കെ, പിന്നെ പി ഗോവിന്ദപിള്ള, EK നായനാർ, ഇവരെല്ലാം ഈ പറയുന്ന ഇടതുപക്ഷ ആശയങ്ങളുള്ള ആൾക്കാരാണ്. അപ്പൊ അതിനിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? EMS നമ്പൂതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് പോവാനായിട്ട് പാടില്ല. ഓക്കെ, 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1935 കോഴഞ്ചേരി പ്രസംഗം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1935 കോഴഞ്ചേരി പ്രസംഗം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭം, ഓപ്ഷൻ ബി വിമോചന സമരം, ഓപ്ഷൻ സി മലയാളി മെമ്മോറിയൽ, ഓപ്ഷൻ ഡി ഈഴവ മെമ്മോറിയൽ. ഇത് ഒരു മുൻവർഷ ചോദ്യമാണ്. അതായത് പല മുൻവർഷ ചോദ്യങ്ങളെ ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യനിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാം നമുക്ക് ഓരോ ഓപ്ഷനിലായിട്ട് പഠിക്കാം. നോക്കുക, 1935 കോഴഞ്ചേരി പ്രസംഗം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഇതിന്റെ ആൻസർ ആദ്യം കൊടുക്കാം കേട്ടോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭം. ഓപ്ഷൻ എ നിവർത്തന പ്രക്ഷോഭമാണ് കേട്ടോ. നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാണ്? ഞാൻ എഴുതാൻ പറ്റുമോ നോക്കട്ടെ.
പെന്ന് കൊടുക്കാം. 1932 ആരംഭിച്ചത്. ഓക്കെ, 1932, 33, 34 മുതൽ 1935 വരെ നീണ്ടു നിന്നിരുന്ന ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈ നിവർത്തന പ്രക്ഷോഭത്തിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് കൊടുക്കും? അത് സി കേശവനാണ്. ഓക്കെ, സി കേശവനാണ് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. എന്തിനാണ് ഈ നിവർത്തന പ്രക്ഷോഭം നടത്തുന്നത്? എന്തിനാണ്? അതായത് സർക്കാർ സർവീസുകളിൽ ഒരു വിഭാഗത്തിന് മാത്രമായി റിക്രൂട്ട് ചെയ്യാതെ എല്ലാ ആൾക്കാർക്കും തുല്യമായ അവകാശം വേണം, എല്ലാ ആൾക്കാർക്കും അതിൽ അർഹതയുണ്ട് എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രക്ഷോഭമാണ് ഈ പറയുന്ന നിവർത്തന പ്രക്ഷോഭം. ഇതിനു വേണ്ടിയിട്ട് കോഴഞ്ചേരിയിലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ആവശ്യകത പറയുകയും അതിനെപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്ത ആളാണ് സി കേശവൻ. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ വർഷം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർക്കുക, നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 1932 കൊടുക്കുക. അല്ലാതെ നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 1935 ഉള്ളതെങ്കിൽ ഓപ്ഷനിൽ അത് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? 1932 തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർക്കുക. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കിയ വിമോചന സമരം. എന്താണ് വിമോചന സമരത്തിന്റെ പ്രത്യേകത? ഒന്നാം ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ കയറി അതിനെ ആ ഒരു ഭരണത്തെ താഴോട്ട് ഇറക്കിച്ച സമരമാണ് വിമോചന സമരം. 1959 വിമോചന സമരം നടന്നിട്ടുള്ളത്. വിമോചന സമരം വർഷം ചോദിച്ചിട്ടുണ്ട്, മുൻവർഷ ചോദ്യമാണ്, ഓർത്തു വെക്കുക. 1932 നിവർത്തന പ്രക്ഷോഭം, 1959 വിമോചന സമരം. എന്തിനാണ് വിമോചന സമരം നടത്തിയത്? കാരണം കൂടെ നോക്കുക. ഒന്നാം ഇടതുപക്ഷ സർക്കാർ നടത്തിയ ഭൂപരിഷ്കരണ നിയമം, അതുപോലെ തന്നെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി നടത്തിയിട്ടുള്ള അധ്യാപക ബില്ല്, ഈ രണ്ട് കാരണങ്ങളെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് വിമോചന സമരം നടന്നത്. വിമോചന സമരത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് ഞാൻ പറയുന്ന കുറെ കാര്യങ്ങള് പോയിന്റ് തന്നെയാണ്. അപ്പൊ പോയിന്റ് ഒന്നില്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ റീകളക്ട് ചെയ്യുക, ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് പല കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. ഒന്ന് ഓർക്കുക, നമ്മൾ മന്നത്ത് പത്മനാഭനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് NSS, സവർണ ജാഥ, ദീപശിഖ ജാഥ, അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് വിമോചന പ്രസ്ഥാനവുമായിട്ട് കൂടെ ആള് ബന്ധപ്പെടുന്നു. അപ്പോൾ ഒരു വ്യക്തി തന്നെ ഒരുപാട് ഫാക്റ്റിലേക്ക് കടക്കുന്ന ഒരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചു വരുന്ന ആൾക്കാർ നോട്ട് ചെയ്യുക, പഠിച്ച് അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റീകളക്ട് ചെയ്യുക. പ്രധാനമായിട്ടും ഈ വർഷങ്ങൾ പഠിക്കുക, വർഷങ്ങൾ ചോദിക്കും. പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, വിമോചന സമരം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ വർഷങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പ്രധാനമായിട്ടും ഇത്തവണ പുന്നപ്ര വയലാർ സമരം പഠിക്കുക. പുന്നപ്ര വയലാർ സമരത്തിന്റെ വർഷം ഏതാണ്? 1946. പല പരീക്ഷയിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പുന്നപ്ര വയലാർ സമരത്തിന്റെ വർഷം ഏതെന്ന് ചോദിക്കും. 1946 അതിന്റെ വർഷം. ഓക്കെ, നിവർത്തന പ്രക്ഷോഭം 1932, വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, വിമോചന സമരം 1959. അടുത്ത് നോക്കുക, മലയാളി മെമ്മോറിയൽ. എന്താ മലയാളി മെമ്മോറിയലിന്റെ വർഷം എന്താണ്? 1891 വർഷം.
അതും ഈ നിവർത്തന പ്രക്ഷോഭം പോലെ തന്നെയുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ആർക്കാണ് നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്? ശ്രീമൂലം തിരുനാളിലാണ്. ഓക്കെ, അപ്പോൾ മലയാളി മെമ്മോറിയലിന്റെ വർഷം 1891. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഈ സർക്കാർ സർവീസുകളിൽ മലയാളി തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് സ്വദേശികളായിട്ടുള്ള ആൾക്കാർക്കും നിയമനം ഉറപ്പാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുള്ള ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അതിനുശേഷമാണ് ഈഴവ മെമ്മോറിയൽ. സർക്കാർ സർവീസുകളിൽ ഈഴവ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു നിവേദനം മുന്നോട്ട് വെച്ചതാണ് ഈഴവ മെമ്മോറിയൽ. അതിന്റെ വർഷം എന്താണ്? 1896 വർഷം. ഓക്കെ, വലിയ വലിയ പരീക്ഷകളിലൊക്കെ ആവുന്ന സമയത്ത് ഇപ്പൊ ഈ നെറ്റ്, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുമ്പോൾ ഈ കുറെ വർഷങ്ങൾ തന്നിട്ട് അതിന്റെ കാലഗണന പ്രകാരം അടുക്കി വെക്കാനാണ് തരിക. നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല. പക്ഷെ ഈ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് അവയുടെ വർഷങ്ങൾ എന്തായാലും ചോദിക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം, 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? അത് സി കേശവനാണ്. അത് മറക്കല്ലേ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ആർക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് സി കേശവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ എന്തിനെ സംസാരിച്ചത് കൊണ്ടാണ്, ആ സമയത്തുള്ള രാജാവ് ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അക്കാലത്തെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു അക്കാലത്തെ രാജാവ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ എല്ലാം ഈ ഒരു നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അഞ്ചാമത്തെ ചോദ്യം നോക്കിയാലോ. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: പ്രത്യക്ഷ രക്ഷ ദൈവസഭ, അതായത് PRDS, ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. PRDS, പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ് എന്നൊരു ചോദ്യം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി പാമ്പാടി ജോൺ ജോസഫ്, ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ആരാണ് ശരിയായിട്ടുള്ള ആൻസർ? നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ കുമാരഗുരുദേവനാണ് കേട്ടോ. പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ഒരാൾ തന്നെയാണ്. അദ്ദേഹം 1909 1909, എളുപ്പമാണ്, 1909, അതായത് ഈ 10 ഇവിടെ ഇടുക, ഈ 9 ഓർത്തു വെക്കുക. 1909 ഇതാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരംഭിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു? അതായത് മതപരിവർത്തനം നടത്തിയിട്ടും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ ജാതീയത നിലനിൽക്കുന്നതിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? കുമാരഗുരുദേവൻ. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ലഹള ഏതാണ്? അടിലഹള. ഓക്കെ, അടിലഹള. അതുപോലെ തന്നെ ബൈബിളിലെ ചില വാക്യങ്ങൾ കത്തിച്ചുകൊണ്ടാണ് അടിലഹള ഉണ്ടായിട്ടുള്ളത്. അതും ഒന്ന് ഓർത്തു വെക്കുക. അയ്യങ്കാളിയുടെ സ്ഥാപിച്ച ഒരു സംഘം ഏതാണ്? ഏത് സഭയാണ് അദ്ദേഹം സ്ഥാപിച്ചത്? ഏത് സഭയാണ്? നിങ്ങൾക്കറിയായിരിക്കും. അയ്യങ്കാളിയുടെ അദ്ദേഹത്തിന്റെ കുറെ സമരങ്ങളുണ്ട്. വില്ലുവണ്ടി സമരം, അതുപോലെ തന്നെ ആദ്യത്തെ കർഷക സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. ആദ്യത്തെ ഈ വഴി നടക്കുന്നതിന്, അതായത് വഴി നടക്കുന്നതിന് വേണ്ടിയുള്ള സമരം നടത്തിയത് അദ്ദേഹമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഓപ്ഷൻ സി നോക്കുക, പാമ്പാടി ജോൺ ജോസഫ്. പലപ്പോഴും അയ്യങ്കാളി, പാമ്പാടി ജോൺ ജോസഫ്, കുമാരഗുരുദേവൻ ഇവരെല്ലാവരും ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ അയ്യങ്കാളിയുടെ സഭ ഏതാണെന്ന്. സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. ഓക്കെ, ഇതിന് സാധുജല പരിപാലിനി എന്നുള്ള ഒരു മാസിക കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, 1905 1907 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സംഘം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അടുത്ത് നോക്കാം, പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫിനെ പഠിച്ചു വെക്കുക. എന്തായാലും അദ്ദേഹത്തെ ചോദിക്കാതെ പോവില്ല. ചേരമ സഭ, ചേരമാൻ സഭ, ചേരമ സഭ എന്നെല്ലാം പറയുന്ന സഭ രൂപീകരിച്ചത് ആരാണ്?
പാമ്പാടി ജോൺ ജോസഫ് ആണ്. 1920-21 കാലഘട്ടങ്ങളിലാണ് തുടങ്ങുന്നത്. 1920-ലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും 21 പല പുസ്തകങ്ങളിലും കാണുന്ന വർഷം. അതായത് 1920-21 കാലഘട്ടങ്ങളിലാണ് പാമ്പാടി ജോൺ ജോസഫ് ചേരമ സഭ ആരംഭിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം മന്നത്ത് പത്മനാഭൻ അതെന്താണ്? നായർ സർവീസ് സൊസൈറ്റി, അതായത് NSS 1914 കാലഘട്ടങ്ങളിൽ പെരുന്നയിൽ NSS ആരംഭിക്കുന്നു. NSSന്റെ മുഖപത്രം ഏതാന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, വളരെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സർവീസ് ആണ് NSSന്റെ ഒരു മുഖപത്രമായിട്ട് പറയുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം മനസ്സിലായോ? ഇതൊന്ന് റിലേറ്റ് ചെയ്തില്ല. നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി പഠിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മളൊരു 5 പേരെ നന്നായി പഠിക്കുക, അതായത് 5 പേരെ വളരെ ആഴത്തിൽ പഠിക്കുക. ആ ആഴത്തിൽ പഠിക്കേണ്ട ആൾക്കാരാണ്: 1 ശ്രീനാരായണ ഗുരു, 2 അയ്യങ്കാളി, 3 ചട്ടമ്പി സ്വാമികൾ, 4 അയ്യ വൈകുണ്ഠ സ്വാമികൾ. 6ഉം 7ഉം മാത്രമാണ് പിന്നീട് വരുന്ന ആൾക്കാർ വരുന്നത്. ഈ പറയുന്ന ആദ്യത്തെ 3 പേരിൽ നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കും. അല്ലാതെ വേലുത്തമ്പി ദളവയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ പഴശ്ശിരാജയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളോ ഇപ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ നമ്മളൊരു 5 കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തെയൊക്കെ പേപ്പർ എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത്, ഒരു 2015 മുതൽ 2025 വരെയുള്ള പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതും എപ്പോഴും ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ മുതലായിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കുക, അത് ആഴത്തിൽ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ആരെ പഠിക്കുക? ഈ പറയുന്ന മന്നത്ത് പത്മനാഭനെ പഠിക്കുക, സഹോദരൻ അയ്യപ്പനെ പഠിക്കുക, കുമാര ഗുരുദേവനെ പഠിക്കുക. പാമ്പാടി ജോൺ ജോസഫിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് വരാൻ ഇത്തവണ സാധ്യതയുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 1888 ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 5ാമത്തെ ചോദ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. 6ാമത്തെ ചോദ്യം നോക്കാം. ഹിരണ്യഗർഭം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിരണ്യഗർഭം ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അരിയിട്ട് വാഴ്ച, ഓപ്ഷൻ ബി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ തൃപ്പടിത്താനം, സി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സത്യപരീക്ഷണം, ഡി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വംശാവലി. ഇത് മുൻവർഷം ചോദിച്ചതല്ല, ഇത് ഈ ഒരു വാക്ക് കണ്ടപ്പോൾ ഞാനൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് ഇട്ടതാണ്. പക്ഷെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട് പറഞ്ഞു തരാം. ഹിരണ്യഗർഭം എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അരിയിട്ട് വാഴ്ച. എന്താ അരിയിട്ട് വാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജാവാക്കുന്ന ചടങ്ങാണ് അരിയിട്ട് വാഴ്ച, അല്ലെങ്കിൽ സിംഹാസനാരോഹണം എന്നെല്ലാം പറയുന്ന കാര്യം. എന്താണ്? ഈ പറയുന്ന രാജാക്കന്മാരെ രാജാവായി ആരോഹണം ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെ പറയുന്ന പേരാണ്. അതിന് പറയുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരാകുന്ന ആ ഒരു ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്ന പേര്. ഇത് ആവിഷ്കരിച്ച് ഇങ്ങനെ ഹിരണ്യഗർഭം എന്നുള്ള ഒരു സംഗതി ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ശരിക്കത്തെ പേരെന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, അനിഴം തിരുനാളിനെയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഈ മാർത്താണ്ഡവർമ്മയാണ് താലൂക്ക് സംവിധാനം ആരംഭിച്ചത്. ഈ മാർത്താണ്ഡവർമ്മയെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓർക്ക് ഇതെപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ പിതാവ് ആര്? എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരത്? അത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? അനിഴം തിരുനാളാണ്. അതുപോലെ തിരുവിതാംകൂറിൽ താലൂക്ക് സംവിധാനം കൊണ്ടുവന്നത്, താലൂക്ക് അല്ലെങ്കിൽ വില്ലേജ് താലൂക്ക് സംവിധാനങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? അതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് അതും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അനിഴം തിരുനാളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഈ രാജവംശത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ആൾക്കാരെ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് അനിഴം തിരുനാളിനെ പറ്റി പഠിക്കുക. അത് കഴിഞ്ഞ് ധർമ്മരാജ, അതായത് കാർത്തിക തിരുനാൾ, ധർമ്മരാജ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഉമയമ്മ റാണിയെ പഠിക്കുക.
റാണി സേതു ലക്ഷ്മിബായി, റാണി പാർവതിബായി, റാണി ഗൗരി ലക്ഷ്മിബായി മുതലായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പഠിക്കുക. അവരെന്തെല്ലാം ഉദ്ഘാടനം ചെയ്തു. മുമ്പുള്ള ചോദ്യങ്ങളാണ്. ഇന്ന് നീണ്ടകര പാലം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് സേതു ലക്ഷ്മി ഭായ് ആണ്. അതിന് ഞാൻ എടുത്തൊരു കോഡ് എന്താന്ന് പറയാം. സേതു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കടൽ കടന്നു പോവുക, അല്ലെങ്കിൽ കടലിലേക്ക് പാലം. നീണ്ടകര പാലം ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പേരിൽ സേതു ഉണ്ട്, മറ്റേത് ഉദ്ഘാടനം ചെയ്തത് പാലമാണ്. സേതു പാലം, രാമസേതു അല്ലെങ്കിൽ ഈ പറയുന്ന സേതു ഉദ്ഘാടനം ചെയ്തു എന്ന രീതിയിൽ എന്ത് ചെയ്തു, കോഡ് ഉണ്ടാക്കി പഠിച്ചു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരും അതുപോലെ തന്നെ അതിന്റെ ദിവാന്മാരെ പറ്റിയൊക്കെ ചോദിക്കും. വളരെ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു ഓർമ്മയിലെടുത്ത് പറയുന്ന കേട്ടോ. വേലുത്തമ്പി ദളവ വേലുത്തമ്പി ദളവയുടെ രാജാവ് ആരായിരുന്നു? അങ്ങനെയുള്ളൊരു ചോദ്യമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിട്ടം തിരുനാളാണ്. അപ്പോൾ അങ്ങനെ ആ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടായിരുന്ന സമയത്തുള്ള ആ രാജാക്കന്മാരാരാണ്? നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന സമയത്തുള്ള രാജാവാരാണ്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് രാജാവരാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുക. അനിഴം തിരുനാളിനെ പറ്റി നന്നായി തന്നെ പഠിക്കുക. ഏഴാമത്തെ ചോദ്യം നോക്കൂ. ചട്ടവരിയോലകൾ എന്നുകൂടി പേരുള്ള രേഖകൾ. ഇനി നോക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം കുറച്ച് കോമ്പറ്റീഷൻ കൂടുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് കാണുന്നുണ്ട്. നോക്കുക, ഏഴാമത്തെ ചോദ്യം നോക്കുക. ചട്ടവരി ഓലകൾ എന്നൂടെ പേരുള്ള രേഖകൾ ഏതാണ്? ഓപ്ഷൻ എ മതിലകം രേഖകൾ, ഓപ്ഷൻ ബി ശുചീന്ദ്രം രേഖകൾ, ഓപ്ഷൻ സി മൂഴിക്കുളം കച്ചം, ഓപ്ഷൻ ഡി വ്യവഹാരമാല. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ആൻസർ നോട്ട് ചെയ്യാം. മതിലകം രേഖകൾ. ചട്ടവരി ഓലകൾ എന്നുകൂടെ പേരുള്ള രേഖകളാണ് മതിലകം രേഖകൾ. എന്താണ് മതിലകം രേഖകൾ? മതിലകം രേഖകൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മതിലകം രേഖകൾ എന്ന് പറഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രം, തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങൾ, അതായത് വരവ് ചെലവ് കണക്കുകള്, അങ്ങനെയുള്ള എഴുത്തുകുത്തുകളെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള എഴുത്തുകുത്തുകളെ പറയുന്നതാണ് മതിലകം രേഖകൾ. അതിനെ തന്നെയാണ് എന്തും പറയുന്നത്? ചട്ടവരി ഓലകൾ എന്നും പറയുന്നത്. ചട്ടവരി ഓലകൾ എന്ന് പറയുന്നത് മതിലകം രേഖയാണ്. മതിലകം രേഖ എന്ന് പറയുന്നത് എന്താണ്? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ദിനസരി കാര്യങ്ങള്, ഔദ്യോഗിക കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങൽ, ഇടപാടുകളെ പറ്റി എഴുതിയിട്ടുള്ള രേഖകളെയാണ് മതിലകം രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, ശുചീന്ദ്രം രേഖകൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ശുചീന്ദ്രം രേഖകൾ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ള സംഭാവനകള്, ഭൂമിദാനങ്ങളെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുള്ള രേഖകളാണ് ശുചീന്ദ്രം രേഖകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശുചീന്ദ്രം കൈമുക്ക് എന്നുള്ള ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ശുചീന്ദ്രം കൈമുക്ക് എന്താണ് സംഭവം ചോദിച്ചാൽ, ഒരാൾ ഒരു കള്ളം ചെയ്തു, അല്ലെങ്കിൽ ഒരാളിൽ ഒരു കള്ളം ആരോപിക്കപ്പെട്ടു. അതായത് ഞാനിപ്പോൾ പറയണ ഒരാൾ കട്ടു എന്ന് പറയണം. അദ്ദേഹത്തെ രാജസന്നിധി കൊണ്ടുപോവുകയും സത്യം പരീക്ഷിക്കുകയും ചെയ്യും. സത്യം പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കള്ളനെന്ന് ആരോപിക്കുന്ന, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കുന്ന ആളുടെ കൈ തിളച്ച നെയ്യിൽ മുക്കും. തിളച്ച നെയ്യിൽ മുക്കി കൈ പൊള്ളിക്കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നും കൈ പൊള്ളിയില്ലെങ്കിൽ കുറ്റക്കാരനല്ലെന്നും വിധിക്കുന്ന ഒരു രീതിയാണ് ഈ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന സംഭവം. ഈ ശുചീന്ദ്രം കൈമുക്ക് തുടങ്ങി വെച്ചതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ അടിമത്തം നിരോധിക്കുന്നത്, അതുപോലെ മൃഗബലി നിരോധിക്കുന്നത്, അതുപോലെ തന്നെ ശുചീന്ദ്രം കൈമുക്ക് നിരോധിക്കുന്നത് ഒക്കെ ഓരോ രാജാക്കന്മാരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ശുചീന്ദ്രൻ രേഖകള് നമ്മൾ പഠിച്ചു. മൂഴിക്കുളം കച്ചം എന്ന് പറഞ്ഞാലും ഒരു രേഖയാണ്. അത് മൂഴിക്കുളം ക്ഷേത്രത്തിൽ വരുന്ന ഭൂമി ഇടപാട്, എത്ര നെയ്യ് വാങ്ങിച്ചു, എത്ര എണ്ണ വാങ്ങിച്ചു, എത്ര വരവ് ചെലവ് കണക്കുണ്ട് എന്നെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള രേഖയാണ് മൂഴിക്കുളം കച്ചം. നിങ്ങളിവിടെ നോക്കിയ വ്യവഹാരമാല എന്നുള്ളൊരു കൃതി, നിങ്ങൾ മനുസ്മൃതി എന്നൊരു കൃതിയെ കേട്ടിട്ടുണ്ടാവും. കേരള മനുസ്മൃതി എന്നറിയപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. ഓക്കെ, കേരള മനുസ്മൃതി എന്നറിയപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. അതായത് ഒരു രാജാവ് എങ്ങനെ ഭരിക്കണം, ഒരു രാജാവ് എങ്ങനെ
തൻ്റെ പ്രജകളെ ശിക്ഷിക്കണം, തെറ്റ് ചെയ്ത ആൾക്ക് ഇന്ന ഇന്ന ശിക്ഷ കൊടുക്കണം. അതായത് കാഠിന്യമുള്ള തെറ്റിന്റെ തീവ്രത അനുസരിച്ച് ശിക്ഷയുടെ തീവ്രത അളക്കുന്ന ഒരു നീതിസാര ഗ്രന്ഥമാണ് വ്യവഹാരമാല എന്ന് പറയുന്നത്. എങ്ങനെ ഭരിക്കണം, എങ്ങനെ രാജ്യം ഭരിക്കണം, എങ്ങനെ പ്രജകളെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം, ശത്രുക്കൾക്ക് എങ്ങനെ ശിക്ഷ വിധിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു മനുസ്മൃതി പോലത്തെ കൃതിയാണ് വ്യവഹാരമാല. കേരള മനുസ്മൃതി എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? വ്യവഹാരമാലയെയാണ്. കിട്ടിയല്ലോ. ചട്ടവരി ഓല എന്ന് പറയുന്നത് മതിലകം രേഖയാണ്. എന്താണ് മതിലകം രേഖ? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വരവ് ചില കാര്യങ്ങള്, ദിനസരി കാര്യങ്ങള്, അതുപോലുള്ള ക്ഷേത്ര ഇടപാടുകളെ പറ്റിയുള്ള രേഖകളാണ് മതിലകം രേഖ. മതിലകം രേഖ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ ആവർത്തിച്ച നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് അത് പഠിക്കുക. കിട്ടിയല്ലോ, മതിലകം രേഖ കിട്ടിയല്ലോ. 8. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് മുൻവർഷ ചോദ്യം അല്ലാത്ത ചോദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിരിക്കും, ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. നമുക്ക് നോക്കാം. 8ാമത്തെ ചോദ്യം നോക്കാം. മുയിരിക്കോട്, എന്താ അത്? മുയിരിക്കോട് എന്നുകൂടെ പേരുള്ള തുറമുഖം ഏതാണ്? മുയിരിക്കോട് എന്ന പേരുള്ള തുറമുഖം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കൊടുങ്ങല്ലൂര്, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കൊല്ലം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിന് പറയുന്ന പേരാണ് പട്ടണം, പത്തണം. പട്ടണം, പത്തണം, മുസിരീസ്, മുജിരിപ്പട്ടണം, മുജിറി, മുയിരിക്കോട്, മുയിരി എന്നെല്ലാം അറിയപ്പെടുന്നത് എന്തിനാണ്? കൊടുങ്ങല്ലൂർ പട്ടണത്തെയാണ്. ഇപ്പോൾ മുൻപ് വളരെ സമൃദ്ധമായ കപ്പൽ വ്യാപാരങ്ങളും അഞ്ചുവണ്ണക്കാരും നാനാദേശീയരും വളഞ്ചേറും എല്ലാവരും വന്നിരുന്ന ഒരു കൊടുങ്ങല്ലൂർ തുറമുഖമായിരുന്നു. പിന്നീട് ഇതെന്ത് സംഭവിച്ചു? പിന്നീട് ഇത് നശിച്ചു പോവുകയും തലസ്ഥാനത്ത് കൊച്ചി എന്ന പുതിയ തുറമുഖം രൂപപ്പെടുകയും ചെയ്തു 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന്. അന്ന് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഈ മുസിരിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുസിരീസ് പൈതൃകം എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? മുസിരീസ് എന്ന് പറയുന്ന പണ്ടത്തെ തുറമുഖം എന്താണ്? അത് കൊടുങ്ങല്ലൂർ തുറമുഖം ആണ്. ഓർക്കുക, മുജിറി, മുജിരി, പട്ടണം, പത്തണം, മുസിരീസ്, മുയരി എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? കൊടുങ്ങല്ലൂരാണ്. ഇതിന് വളരെ എളുപ്പത്തിൽ പറയാം, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കൊടുങ്ങല്ലൂരിനെ പറ്റി. ചോദ്യം വരുന്ന ഇങ്ങനെയായിരിക്കും: മഹോദയപുരം, പണ്ടത്തെ മഹോദയപുരം ഏത് സ്ഥലമാണ് എന്ന് ചോദിക്കും. അതും കൊടുങ്ങല്ലൂരാണ്. മഹോദയപുരം തുറമുഖം, മുജിരി, മുസിരീസ്, മുയിരി, മുയിരിക്കോട്, മുജിറി, പട്ടണം, പത്തണം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പറയുന്നത് എന്തിനാണ്? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ എന്നാൽ മഹോദയപുരമാണ്, മുയിരിക്കോടാണ്, മുസിരീസ് ആണ്, മുജിരിയാണ്, പട്ടണമാണ്, പത്തനമാണ്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക. മഹോദയപുരം എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മഹോദയപുരത്തു നിന്ന് മഹാശില സംസ്കാരത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടി, അതുപോലെ തന്നെ പഴയ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നെല്ലാം കാണുന്നില്ലേ? അത് കൊടുങ്ങല്ലൂരിനെയാണ് ഉദ്ദേശിക്കുന്നത്. 9ാമത്തെ നോക്കിയേ. ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം ഏത്? ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം ഏത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കലിയുഗരായൻ, ഓപ്ഷൻ ബി രാശി, ഓപ്ഷൻ സി ദീനാരം, ഓപ്ഷൻ ഡി പുത്തൻ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? തിരുവിതാംകൂർ നാണയം എന്നാണ്. ഒരു രാജാവിനെ രാജാവാക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞു കുറെ നാട്ടുരാജാക്കന്മാര് ഒരു 13ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കുട്ടികളായിട്ടുള്ള ഭരണാധികാരികൾ. പക്ഷെ എല്ലാവരും രാജാക്കന്മാരല്ല. പ്രധാനപ്പെട്ട കേരളത്തിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് 3 രാജാക്കന്മാരാണ്. 1 കൊച്ചി രാജാവ്, അതായത് പെരുമ്പടപ്പ് രാജാവ്. 2 സാമൂതിരി. 3 വേണാട്ടടികൾ. ഓക്കെ, അപ്പൊ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് വേണാട്ടടികൾ എന്നും പറയുന്നത്. ഓക്കെ, തിരുവിതാംകൂർ രാജാക്കന്മാർ. ഒരു രാജാവ് രാജാവാവണമെങ്കിൽ 3 അധികാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. 1 തലപ്പാവ് വെക്കാനുള്ള അധികാരം, 2 നാണയങ്ങൾ അച്ചടിക്കാനുള്ള അധികാരം, 3 പല്ലക്കിലേറുവാനും ആനയെ ഉപയോഗിക്കാനുള്ള അധികാരം. ഈ അധികാരം ഉണ്ടായിരുന്നത് വളരെ കുറവ് രാജാക്കന്മാർക്ക് ആണ്. അപ്പൊ തിരുവിതാംകൂറിന് സ്വന്തമായി നാണയം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, കലിയുഗരായൻ. തിരുവിതാംകൂർ രാജാക്കന്മാര് ഇറക്കിയിട്ടുള്ള നാണയങ്ങളാണ് വരാഹൻ. ഓർത്തു വെച്ചാൽ മതി. വരാഹൻ, അനന്തവരാഹൻ, രായൻ, കലിയുഗരായൻ മുതലായിട്ടുള്ളവ എന്താണ്? തിരുവിതാംകൂറിന്റെ നാണയങ്ങളാണ്. എന്തൊക്കെയാണ്? വരാഹൻ, അനന്തവരാഹൻ, രായൻ, കലിയുഗരായൻ മുതലായിട്ടുള്ള 4 തരത്തിലുള്ള നാണയങ്ങൾ ഉണ്ട്. പരശുരാമന്റെ കാലം, ഇപ്പോൾ PSC ചോദിക്കുമെന്ന് അറിയില്ല, മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് വേറൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പരശുരാമന്റെ കാലം മുതൽക്ക് തന്നെ പ്രചരിച്ചു എന്ന് വിശ്വസിക്കുന്ന നാണയമാണ് രാശി. അപ്പൊ നോക്കുക, കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള നാണയം എന്ന് പറയുന്നത് രാശിയാണ്. പക്ഷെ തിരുവിതാംകൂർ നാണയങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ഏതാണ്? കലിയുഗ രായനാണ്. പരശുരാമ കാലത്ത് പ്രചരിച്ചു എന്ന് വിശ്വസിക്കുന്നത് രാശി. റോമക്കാരുമായുള്ള ബന്ധത്തിൽ, ഇതെപ്പോഴും ഇത് ചോദിക്കും. ഓക്കെ, റോമക്കാരുമായുള്ള ബന്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ബന്ധം റോമ വ്യാപാരവുമായി ബന്ധപ്പെട്ട നാണയം ഏതാണ്? അത് ദീനാരമാണ്. ഓക്കെ, റോമ നാണയമാണ്. കേരളത്തിൽ പ്രചരിച്ചിരുന്ന റോമ നാണയം ഏത് എന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾ പ്രിലിംസ് ചോദിച്ചില്ലെങ്കിൽ ഒട്ടും പേടിക്കണ്ട, മെയിൻസ് ചോദിച്ചോളൂ. ഇത്രേ ചോദിക്കുള്ളൂ. കേരളത്തിൽ പ്രചരിച്ച റോമ നാണയം ഏത്? ദീനാരം. ദീനാരം എന്നെല്ലാം പറയുന്നത്. കൊച്ചി രാജാക്കന്മാര് പുറത്തിറക്കിയ നാണയമാണ് പുത്തൻ പണം, അല്ലെങ്കിൽ 10 പുത്തൻ കൈ വന്നിട്ട് വേണം എനിക്കൊരു വിലസാൻ എന്ന് പറയുന്നതിലെ പുത്തൻ എന്ന് പറയുന്നത് കൊച്ചി രാജാക്കന്മാർ ഇറക്കുന്ന നാണയങ്ങളാണ്. പിന്നെ കുറച്ച് നാണയങ്ങളുണ്ട്, ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. ഒരു പ്രാചീന നാണയമാണ് രാശി എന്ന നാണയം. കൊച്ചിയിലെ പ്രാചീനമായിട്ടുള്ള നാണയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പഴക്കമുള്ളത് കാലിയമേനി എന്ന് പറയുന്ന നാണയമാണ്. അതിനെ തന്നെയാണ് പിന്നീട് പുത്തൻ എന്നും പറയുന്നത്, പുത്തൻ എന്നെല്ലാം പറയുന്നത്. ചോളന്മാരുടെ നാണയമാണ് ആനയച്ച്. ചോളന്മാർ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയത്തെ പറയുന്ന പേരാണ് ആനയച്ച്. പിന്നെ മധുര രാജാക്കന്മാര് കേരളത്തിൽ പ്രചരിച്ച കാശാണ് തുളുക്കാശ്. പിന്നെ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള നാണയമാണ് ഈഴക്കാശ്. പിന്നെ സ്പെയിനുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ നമുക്ക് പ്രചരിച്ചിരുന്ന ഒരു നാണയമാണ് റിയർ എന്ന് പറയുന്ന നാണയം. റോമൻ നാണയമാണ് ദീനാരം, നേരത്തെ പറഞ്ഞല്ലോ. വെനീഷ്യൻ നാണയമാണ് സെക്വീൻ എന്ന് പറയുന്ന ഒരു നാണയം. പിന്നെ മലബാർ പ്രദേശത്ത്, ഇതിപ്പോ തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉത്തര മലബാർ ഭാഗങ്ങളിൽ പ്രചരിച്ച ഒരു കാശാണ് മാഹിക്കാശ് എന്ന് പറയുന്ന നാണയം. ഓക്കെ, മാഹിക്കാശ്. സാമൂതിരി രാജാവ്, അതായത് ഈ പറയുന്ന കോഴിക്കോട് രാജാവ് പ്രചരിച്ചിട്ടുണ്ടായിരുന്ന, അവര് അച്ചടിച്ചിട്ടുണ്ടായിരുന്ന നാണയമാണ് എന്തായിരുന്നു അതിന്റെ പേര്? വീരരായൻ പണം, പുതിയ പണം മുതലായിട്ടുള്ള. പുതിയ പണം സാമൂതിരി, പുത്തൻ പണം കൊച്ചി രാജാവ്, പെരുമ്പടപ്പ് രാജാവ്. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അത് നാണയങ്ങൾ അത്ര ആഴത്തിൽ പഠിക്കണ്ട, പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ ഈ ദീനാരം പഠിച്ചോളൂ. ദീനാരം ചോദിച്ചിട്ടുണ്ട്, ദീനാരം ചോദിക്കാം, ദീനാരം ചോദിക്കും. 10 നോക്കാം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം. ഓപ്ഷൻ എ അറക്കൽ രാജവംശം, ഓപ്ഷൻ ബി കോലത്ത് നാട്, ഓപ്ഷൻ സി നെടിയിരുപ്പ് രാജവംശം, ഓപ്ഷൻ ഡി തൃപ്പാപ്പൂർ രാജവംശം. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറക്കൽ ബീവി എന്ന് കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് രാജവംശങ്ങളിലെല്ലാം മുതിർന്ന പുരുഷനാണ് രാജാവാകുന്നതെങ്കിൽ അറക്കൽ രാജവംശത്തിൽ മുതിർന്നത് ആരാണോ അവർക്ക് രാജാവാകാം. മുതിർന്ന വ്യക്തി സ്ത്രീ ആണെങ്കിൽ അവരെ അറക്കൽ ബീവി എന്നും, മുതിർന്നത് പുരുഷനാണെങ്കിൽ എന്ന് പറയും ആഴി രാജാവ് അല്ലെങ്കിൽ ആലി രാജ എന്നും പറയും. ഓക്കെ, അറക്കൽ ബീവി, ആലി രാജ എന്നാണ് പറയുന്നത്. സമുദ്രങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിലാണ് ആഴി രാജ എന്നുള്ള ഒരു പേര് കൊടുക്കുന്നത്. കണ്ണൂർ മുതൽ ലക്ഷദ്വീപ് വരെയുള്ള ഭാഗങ്ങളാണ് ഈ രാജവംശം വ്യാപിച്ചു കിടന്നിട്ടുണ്ടായിരുന്നത്. കോലത്ത് നാടിന്റെ തന്നെ ഒരു ഭാഗമായി പിന്നീട്
മാറിയ ഒരു രാജവംശമാണ് ഈ പറയുന്ന അറക്കൽ രാജവംശം. ഓക്കെ, ഈ നെടിയിരുപ്പ് രാജവംശം ഏതാണെന്നറിയാമോ? നെടിയിരുപ്പ് രാജവംശം അത് സാമൂതിരിയുടെ രാജവംശമാണ് കേട്ടോ. ആദ്യം നെടിയിരുപ്പ് എന്ന രാജവംശത്തിൽ അറിയപ്പെട്ടു, പിന്നീട് ഏറനാട് രാജവംശം എന്നറിയപ്പെട്ടു, പിന്നീടാണ് അതെന്തായി മാറുന്നത്? സാമൂതിരി എന്ന പേരിലേക്ക് മാറുന്നത്, കോഴിക്കോട് രാജവംശമായിട്ട് മാറുന്നത്. ഓക്കെ, തൃപ്പാപ്പൂർ രാജവംശം. എന്താണ് തൃപ്പാപ്പൂർ രാജവംശം? നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാര് പത്മനാഭസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്നല്ലോ, അപ്പോൾ അവരറിയപ്പെട്ടിരുന്ന പേരാണ് തൃപ്പാപ്പൂർ രാജവംശം. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. 11 നോക്കുക, കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശം ഏതായിരുന്നു? ഓപ്ഷൻ എ വില്ലാർവട്ടം രാജവംശം, മാവേലിക്കര രാജവംശം, ചിറക്കൽ രാജവംശം, മന്നനാർ രാജവംശം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ, വില്ലാർവട്ടം രാജവംശം. കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലാർവട്ടം രാജവംശം. ഓക്കെ, ഈ മാവേലിക്കര രാജവംശം എല്ലാം കുട്ടി കുട്ടി രാജവംശങ്ങളാണ്, അല്ലെങ്കിൽ കുട്ടി കുട്ടി ഭരണാധികാരികളാണ്. വില്ലാർവട്ടവും ഇതുപോലെ തന്നെ വർത്തക അല്ലെങ്കിൽ പ്രമാണിമാരായിരുന്ന കച്ചവടക്കാരായിരുന്നു, പിന്നീട് പ്രമാണിമാരാവുകയും അങ്ങനെ ക്രിസ്ത്യൻ രാജവംശം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ അന്യം നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രാജവംശമാണ് വില്ലാർവട്ടം രാജവംശം. അടുത്ത നോക്കുക, ചിറക്കൽ രാജവംശം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചിറക്കൽ രാജവംശം. ഈ ചിറക്കൽ രാജവംശം എന്ന് പറയുന്നത് കണ്ണൂർ രാജവംശത്തെയാണ് കേട്ടോ ചിറക്കൽ വംശം എന്ന് പറയുന്നത്. ചിറക്കൽ രാജവംശം എന്ന് പറഞ്ഞാൽ കണ്ണൂരെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാക്ട് പറഞ്ഞുതരാം. കേരളത്തിലെ ഏക ഈഴവ രാജവംശം ഏതെന്നറിയാമോ? അത് മന്നനാർ രാജവംശമാണ് കേട്ടോ. കേരളത്തിലെ ഏക ഈഴവ രാജവംശം. നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഏക മുസ്ലിം രാജവംശം എന്ന് പറയുന്നത് അറക്കൽ രാജവംശം. ഏക ക്രിസ്ത്യൻ രാജവംശം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ രാജാക്കന്മാരെന്ന് അറിയപ്പെടുന്നത് എന്താ? വില്ലാർവട്ടം രാജവംശം. ഏക ഈഴവ രാജവംശം എന്നറിയപ്പെടുന്നത് മന്നനാർ രാജവംശമാണ്. മന്നനാർ രാജവംശം. ഇത് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞാണ്, കാരണം ഇതൊക്കെ കുറച്ച് കൗതുകം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആരോടെങ്കിലും നമ്മൾ പഠിച്ചത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാം. നിനക്ക് അറിയാമോ കേരളത്തിലെ ഏക ഈഴവ രാജവംശം ഏതാണെന്നറിയാമോ? ഇല്ല, അങ്ങനെ ഒന്നുണ്ടോ? എന്നാ എനിക്കറിയാം. എന്താ ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ പഠിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ കൗതുകത്തിന് വേണ്ടി അറിഞ്ഞെന്നും വരും. ഓക്കെ, 12ാമത്തെ ചോദ്യം. ഇത് ഒരു പഴയ മുൻകാല ചോദ്യമാണ്. വളരെ പ്രതീക്ഷിക്കാതെ ഒരു PSC പരീക്ഷയിൽ കടന്നു വന്നിട്ടുള്ള ഒരു ഭാഷ റിലേറ്റഡ് ആയിട്ടുള്ളതും ചരിത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. 12ാമത്തെ ചോദ്യം നോക്കിയേ, ഇത് PYQ ആണ്. ലീലാതിലകം എന്ന പ്രാചീന ഗ്രന്ഥത്തിന്റെ പ്രമേയം. പക്ഷെ ആ ചോദ്യം വന്ന് എന്താണെന്നറിയോ? ലീലാതിലകം ആര് രചിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം. എന്ന് പറഞ്ഞുതരാം. ലീലാതിലകം എന്ന പ്രാചീന ഗ്രന്ഥത്തിന്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ മണിപ്രവാള ഭാഷ, ഓപ്ഷൻ ബി കേരള ചരിത്രം, ഓപ്ഷൻ സി ശാസനങ്ങൾ, ഓപ്ഷൻ ഡി ദേവദാസ്തുതി. ശരിയായിട്ടുള്ള ആൻസർ മണിപ്രവാള ഭാഷയാണ് കേട്ടോ. നമ്മളിപ്പോ കേരള ചരിത്രം പഠിക്കുന്നുണ്ട് ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാൻ നമുക്ക് തോന്നും, പക്ഷെ അതല്ല. ശരിയായിട്ടുള്ള ആൻസർ മണിപ്രവാള ഭാഷയാണ്. ലീലാതിലകം എന്ന് പറയുന്ന കൃതി കേരളത്തിലെ ആദ്യത്തെ ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ്, കേരളത്തിലെ ആദ്യത്തെ റഫറൻസ് ഗ്രന്ഥമാണ്, കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ്, കേരളത്തിലെ ആദ്യത്തെ ഗവേഷണ പ്രബന്ധമാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറേ വിശേഷണങ്ങൾ വെച്ചാണ് ലീലാതിലകത്തെ പഠിച്ചത്. ലീലാതിലകം എഴുതപ്പെട്ടത് 14ാം നൂറ്റാണ്ടിലാണ്. ആരാണ് എഴുതിയതെന്ന് അറിയില്ല, പക്ഷെ കേരളത്തിലുള്ള കേരള ഭാഷ എന്നൊരു ഭാഷയുണ്ടെന്നും അതിന് വ്യത്യസ്തമായ മണിപ്രവാള ഭാഷയെ പറ്റിയാണ് ഈ ഒരു കൃതി പറയുന്നത്. ആരാണ് എഴുതിയതെന്ന് അറിയില്ല. 13ാമത്തെ ചോദ്യം നോക്കിയേ. മലയാള ലിപി ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകം ഏത്? ഓപ്ഷൻ എ ഹോർത്തൂസ് മലബാറിക്കസ്, ഓപ്ഷൻ ബി സംക്ഷേപ വേദാർത്ഥം, ഓപ്ഷൻ സി വർത്തമാന പുസ്തകം, ഓപ്ഷൻ ഡി ഭാഷാ കൗടലീയം.
ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ അറിയാമോ? മലയാള ലിപി. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചോദ്യം വായിക്കാം. മലയാള ലിപി ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകം ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. 1678 കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഹെൻറിക് വാൻ റീഡന്റെ മേൽനോട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതിനെ മലബാറിന്റെ ഉദ്യാനം എന്നുള്ള ഒരു വിവർത്തനമുണ്ട്. മലയാളത്തിൽ ഈ കൃതിയെ കേരള ആരാമം എന്നും പറയാറുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസിന് എന്തൊക്കെ പേരുണ്ട്? ഹോർത്തൂസ് മലബാറിക്കസ്, മലബാറിന്റെ ഉദ്യാനം, കേരള ആരാമം എന്നും പേരുണ്ട്. ഓക്കെ. 1678 കാലഘട്ടങ്ങളിൽ ഹെൻറിക് വാൻ റീഡിന്റെ മേൽനോട്ടത്തിലാണ് ഈ ഒരു കൃതി 12 വോള്യങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതിലാണ് നമ്മുടെ മലയാള ലിപി ലോകത്ത് ആദ്യമായി അച്ചടിച്ചു വന്ന ഒരു ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിലാണ് നമ്മുടെ മലയാളം ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി മലയാളം ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം സമ്പൂർണമായിട്ട്, അതായത് ഒരു ബുക്ക് തന്നെ മലയാളത്തിൽ പബ്ലിഷ് ചെയ്തത് ഏതാണ്? അത് സംക്ഷേപ വേദാർത്ഥമാണ്. ഫാദർ ക്ലെമന്റ് പിയാനിയോസ് 1772 പോളിഗോട്ട് പ്രസ്സില് അച്ചടിച്ച പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ആദ്യമായിട്ട് ലിപി അച്ചടിച്ചു വന്നത് ഹോർത്തൂസ് മലബാറിക്കസിലാണ്. ഒരു മലയാള പുസ്തകം തന്നെ അച്ചടിച്ചു വന്നത് ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. 1772 ക്ലെമന്റ് പിയാനിയോസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട ആള്. ഇനി കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ കൃതിയാണ് വർത്തമാന പുസ്തകം. കരിയാറ്റിൽ ഔസേപ്പ് മൽപ്പാന്റെ കൃതിയാണ് വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ കൃതിയാണ്. ഓക്കെ. റോമ യാത്ര ആസ്പദമാക്കി എഴുതിയ കൃതിയാണത്. മലയാളത്തിൽ, അതായത് ഭാഷാകൗടലീയം. നാലാമത്തെ ചോദ്യം നോക്കിയേ. നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഭാഷാകൗടലീയം. എന്താണ് ഭാഷാകൗടലീയത്തിന്റെ പ്രത്യേകത? ചാണക്യന്റെ കൗടലീയം എന്ന കൃതിയുടെ മലയാള പരിഭാഷയാണ് ഭാഷാകൗടലീയം. 9ാം നൂറ്റാണ്ടാണ് ഇതിന്റെ കാരണം. മലയാളത്തിലെ ആദ്യത്തെ വിവർത്തന കൃതിയായിട്ട് പറയുന്നത് ഭാഷാകൗടലീയമാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രത്യേകത എന്താണ്? മലയാള ലിപി ആദ്യമായി ഒരു ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ഒരു പുസ്തകം മൊത്തത്തിൽ ഒരു മലയാള പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംക്ഷേപ വേദാർത്ഥമാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ കൃതി വർത്തമാന പുസ്തകമാണ്. മലയാളത്തിലെ ആദ്യത്തെ വിവർത്തന കൃതി 9ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഭാഷാ കൗടലീയമാണ്. കിട്ടിയല്ലോ? ക്ലിയർ ആയല്ലോ? വീണ്ടും ആവർത്തിച്ചൊന്ന് പറയാ. നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു നോക്കുക, അപ്പൊ കിട്ടും. 14ാമത്തെ ചോദ്യം നോക്കിയേ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഈ വാക്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. മുൻവർഷ ചോദ്യമാണ്. ഇത് വരാൻ സാധ്യതയുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഈ വാക്യവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ആരായിരിക്കും? എല്ലാം വേണ്ട 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 എന്ന് പറയുന്നത് ആരായിരിക്കും? സഹോദരൻ അയ്യപ്പൻ. നിങ്ങളിങ്ങനെ ആലോചിക്കുക. നമ്മുടെ സഹോദരന് നമ്മളൊരു പണി കൊടുക്കണം. അപ്പൊ സഹോദരൻ നമ്മളോട് എന്തു പറയും? വേണ്ട, എനിക്ക് പണി തരണ്ട, വേണ്ട വേണ്ട, എന്നെ ബുദ്ധിമുട്ടിക്കണ്ട, വേണ്ട എന്ന് പറയുന്നതായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഓക്കെ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് എല്ലാം വേണ്ടാന്ന് നിരാകരിക്കുകയും യുക്തിവാദത്തിന് പ്രാധാന്യം കൊടുക്കുകയും യുക്തിവാദി സംഘത്തിന് രൂപം നൽകുകയും ചെയ്ത ആളാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരന് വേണ്ട എന്ന രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഇത് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. ഇനി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു നമുക്ക് അറിയാം. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠമെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുന്നു പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ.
ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. 15ാമത്തെ ചോദ്യം നോക്കുക. ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് പണ്ഡിറ്റ് KP കറുപ്പൻ സമാധി സപ്താഹം, എന്താ കൃതി, സമാധി സപ്താഹം, ഇറേസ് ചെയ്ത് വിടാം, ഒരു വൃത്തിയില്ല. ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് സമാധി സപ്താഹം എന്ന കൃതി എഴുതിയത് എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി തൈക്കാട് അയ്യാഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ വിലപിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വിലാപകാവ്യമാണ് ഈ പറയുന്ന സമാധി സപ്താഹം എന്ന കൃതി. ഈ പണ്ഡിറ്റ് KP കറുപ്പനെ നിങ്ങൾ പഠിക്കുക. പണ്ഡിറ്റ് KP കറുപ്പന്റെ വിവാദമായ നാടകമാണ് ബാലകലേശവാദം. ബാലകലേശവാദം. ഓക്കെ. അതുപോലെ തന്നെ സ്വാതി തിരുനാളിന്റെ സഭയിലേക്ക് ജാത്യപരമായ കാരണങ്ങൾ കൊണ്ട് ക്ഷണം ലഭിക്കാതെ പോയതിൽ വ്യസനിച്ചു കൊണ്ട് എഴുതിയ കൃതിയാണ് ഉദ്യാനസൂനം എന്ന് പറയുന്ന കൃതി. ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഇപ്പൊ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ സമാധി സപ്താഹം മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അത് ഇനി ചോദിക്കാം, ചിലപ്പോൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോക്കി വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. പ്രിലിംസ് പോലുള്ള പരീക്ഷകളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ കുറെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ചോദ്യമായിരിക്കും. പ്രത്യേകിച്ച് ഈ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വരുന്ന ഒരു രീതി കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രിലിംസിൽ. പിന്നെ കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ കാണുന്ന അങ്ങ് മെയിൻസിലാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ പഠിക്കുക. റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നോക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു നോട്ട് എടുത്ത് നോട്ട് ചെയ്ത് തന്നെ നോക്കുക, എന്നാലേ വീണ്ടും നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇത് കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു റിവിഷൻ ആയിട്ട് കണക്കാക്കുക. എത്രമാത്രം അവനവന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ, ഒരു 10-15 ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കുക, ഒട്ടും ടെൻഷൻ അടിക്കാതെ ഇരിക്കുക, അവനവൻ പഠിച്ച കാര്യങ്ങളിൽ ഉറപ്പോടെ ഇരിക്കുക, കൂടുതൽ കൺഫ്യൂഷനുകളിലേക്ക് പോവാതിരിക്കുക. കൺഫ്യൂഷൻ തോന്നുന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കുക. ക്ലാസ് എന്തെങ്കിലും മനസ്സിലാവാൻ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്യാണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് കണ്ടു നോക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പ്രിലിംസ് നിങ്ങൾ നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും പ്രിലിംസിന് പോകുന്നതിന് മുമ്പുള്ള എൻ്റെ വിജയാശംസകൾ. ഓക്കെ. അപ്പോൾ നന്ദി.